UDFിന്റെ സ്ഥാനാർത്ഥിയായ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താനെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി ജനശക്തി കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വിളിച്ചു യോഗത്തിലാണ് നാം എല്ലാവരും ഉള്ളത്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം എല്ലാവരും എന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പോലെ ഇത് ജനാധിപത്യത്തെയും മതേതരത്വവും സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പോരാട്ടമാണ്. ആ പോരാട്ടത്തിൽ നമുക്ക് ജയിച്ചേ മതിയാവും. രാജ്യത്തിൻ്റെ നിലനിൽപ്പ് അഖണ്ഡതയ്ക്ക് വേണ്ടിയുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പ്. ഇതിൽ നമുക്ക് നാം പരാജയപ്പെടുകയാണെങ്കിൽ ഈ രാജ്യം പരാജയപ്പെടുകയാണ്. അപ്പോൾ അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം നമ്മുടെ ഭാഗത്തു നിന്ന് ഊർജ്ജസ്വലമായി ഉണ്ടായില്ലെങ്കിൽ നമുക്ക് ഒരുപക്ഷെ പരാജയം സംഭവിച്ചേക്കാം. കാസർഗോഡ് MP ഉണ്ടോ എന്ന് പോലും അറിയാത്ത നമുക്ക്, ഈ 5 വർഷം കൊണ്ട് MP-യുടെ സാന്നിധ്യം അറിയാത്ത ഒരു മേഖല പോലും ഈ കാസർഗോഡ് പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ ഇല്ല എന്നത് വസ്തുതയാണ്. അതൊക്കെ പറഞ്ഞ് ജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങിക്കൊണ്ട് പ്രവർത്തിച്ചാൽ മാത്രമേ നമുക്ക് ലക്ഷ്യത്തിലെത്താൻ പറ്റും. അപ്പോൾ അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായി നടത്തണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്, ജയ് ഭാരത്. UDF സ്ഥാനാർത്ഥി ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ അവരോട് വിജയിപ്പിക്കുന്നതിന് വേണ്ടിയാണ് നവജനശക്തി കോൺഗ്രസിൻ്റെ ഈ കൺവെൻഷൻ ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. സ്വാഭാവികമായും ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് നമ്മുടെ രാജ്യം നിലനിൽക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. നമുക്കറിയാം, എല്ലാ മതവിഭാഗങ്ങളെയും ഒറ്റക്കെട്ടായി ഒരു മനസ്സോട് കൊണ്ടുപോയ നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മജി വിഭാവനം ചെയ്ത ആ ഇന്ത്യയെ ജാതിയുടെ പേരിൽ, മതത്തിൻ്റെ പേരിൽ, വർഗത്തിൻ്റെ പേരിൽ, ഗോത്രങ്ങളുടെ പേരിൽ ഇന്ന് ഗാന്ധിജി വിഭാവനം ചെയ്ത ഇന്ത്യയെ ഇല്ലായ്മ ചെയ്യുന്ന പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോകുന്ന ഒരു ഭരണകൂടമായി രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദി മാറി. ഇന്ന് രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദിയും രാജ്യത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷായും ചേർന്നുകൊണ്ട് BJP ഇതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയെല്ലാം ഇല്ലായ്മ ചെയ്യുന്ന വലിയ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നു. ജനാധിപത്യം, മതേതരത്വം കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിച്ച് മുമ്പോട്ട് പോയ ഭരണഘടനയാണ് നമ്മുടെ ഭരണഘടന. അതുകൊണ്ട് തന്നെ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കും അവർക്ക് അവകാശം പറയാനുള്ള, അവർക്ക് പ്രവർത്തിക്കാനുള്ള അവകാശം, അവർക്ക് അഭിപ്രായം പറയാനുള്ള അവകാശം, 5 വർഷം കൂടുമ്പോൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള അവകാശം, അവർക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശം എല്ലാം രാജ്യത്തുണ്ട്. പക്ഷേ ഇന്ന് നരേന്ദ്രമോദി രാജ്യത്തെ മതേതരത്വ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്നതിന് വേണ്ടി പണാധിപത്യത്തെ ഉപയോഗപ്പെടുത്തുന്നു. 5 വർഷം കൂടുമ്പോൾ നമ്മളെല്ലാ ജനങ്ങളും ഇന്ന് വോട്ട് ചെയ്ത് വിജയിപ്പിച്ച പല ഗവൺമെന്റുകളെയും കോടാനക്കോടി രൂപക്ക് MLA-മാരെ വിലക്ക് വാങ്ങി BJP ഇതര ഗവൺമെന്റുകളെ അസ്ഥിരപ്പെടുത്തുന്ന ഒരു ഗവൺമെന്റായി രാജ്യത്തെ ഗവൺമെന്റ് മാറി എന്നാണ് എനിക്കിവിടെ സാന്ദർഭികമായി സൂചിപ്പിക്കാനുള്ളത്. പ്രിയമുള്ളവരെ, രാജ്യത്ത് അധികാരത്തിൽ വന്ന നരേന്ദ്രമോദി 2014 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ എന്താണ് രാജ്യത്തെ ജനങ്ങളോട് പറഞ്ഞത്? രാജ്യത്തെ കള്ളപ്പണ നിക്ഷേപം, സ്വിസ് ബാങ്ക് നിക്ഷേപം രാജ്യത്ത് തിരിച്ചു കൊണ്ടുവരുമെന്ന് പറഞ്ഞു. എവിടെയാണ് മോദി സ്വിസ് ബാങ്ക് നിക്ഷേപം രാജ്യത്ത് തിരിച്ചു കൊണ്ടുവന്നത്? നിങ്ങൾ ഈ രാജ്യത്തിന്റെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ ഉണ്ടാക്കിയ മുഴുവൻ പൊതുമേഖലാ സ്ഥാപനങ്ങളും, രാജ്യത്തിന്റെ മുഴുവൻ പൊതുമേഖലാ സ്ഥാപനങ്ങളും, ഏകദേശം 27ഓളം പൊതുമേഖലാ സ്ഥാപനങ്ങൾ 50,000-60,000 കോടി രൂപയ്ക്ക് വിറ്റാദായമുള്ള HPCL അടക്കമുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ, രാജ്യത്തിന്റെ തുറമുഖങ്ങൾ, രാജ്യത്തിന്റെ വിമാനത്താവളങ്ങൾ അദാനിക്കും, അംബാനിക്കും, നീരവ് മോദിക്കും, ദളിത് മോദിക്കും വിറ്റഴിക്കുന്ന ചിത്രമാണ് നമ്മൾ കാണുന്നത്. ഇതാണോ BJP-യുടെയും സംഘപരിവാറിന്റെയും RSS-ന്റെയും നയം? ജനാധിപത്യ മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ നേതാക്കളെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറെ ഉപയോഗിച്ച് ജയിലിലടക്കുന്നു. നമ്മൾ കണ്ടതാണ്. പശ്ചിമ ബംഗാളിലെ സുവേന്ദു അധികാരി ഇന്ന് BJP-യുടെ സംസ്ഥാന അധ്യക്ഷനാണ്. ആരാണ് സുവേന്ദു അധികാരി? മമതാ ബാനർജിയുടെ ഉറ്റ അനുയായിയും മുൻ പാർലമെന്റ് MP-യും മന്ത്രിയുമായ സുവേന്ദു അധികാരി ശാരദ ചിട്ടി തട്ടിപ്പ് കേസിലെ 2ാം പ്രതിയാണ്.
ഒപ്പമുണ്ടായിരുന്ന മുകുൾ റോയ്, തൃണമൂൽ കോൺഗ്രസിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റും മുൻ റെയിൽവേ മന്ത്രിയായിരുന്ന മുകുൾ റോയ് ശാരദാ ചിട്ടി തട്ടിപ്പ് കേസിലെ 1-ാം പ്രതിയും കൂടിയാണ്. മദൻ മിത്ര, നിരവധി ആളുകൾ. നേരെ മറിച്ച് സുബേന്ദു അധികാരി BJP-യിലേക്ക് പോകുന്നതോടുകൂടി ശാരദാ ചിട്ടി തട്ടിപ്പ് കേസിന്റെ പ്രതിസ്ഥാനത്തിൽ നിന്നും സുബേന്ദു അധികാരി പിൻവാങ്ങുന്നു. മഹാരാഷ്ട്രയിലെ അജിത് പവാർ കോടാനുകോടി രൂപയുടെ കോഴ ഇടപാടുകളുമായി സംബന്ധിച്ചുകൊണ്ട് അഴിമതി ആരോപണത്തിന്റെ പേരിൽ ED അറസ്റ്റ് ചെയ്ത ആളാണ്. അവസാനം നിരപരാധിയായി BJP-യുടെ മുന്നണിയിലേക്ക് ചേക്കേറി ഉപമുഖ്യമന്ത്രിയായപ്പോൾ നിരപരാധിയായി മാറി. അശോക് ചവാൻ ഉൾപ്പെടെയുള്ള ആളുകൾ, നിരവധി കോൺഗ്രസിന്റെ നേതാക്കൾ, അശോക് ചവാൻ അടക്കമുള്ള കോൺഗ്രസിന്റെ നേതാക്കൾ പറയുന്നു, പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് പറയുന്നത്, നാളെ ഞാൻ ജയിലിലേക്ക് പോവുകയാണ്, ഞാൻ ജീവിക്കണോ മരിക്കണോ. BJP-യുടെ ഭീഷണിയാണ്. രാജ്യത്തിന്റെ 29 സംസ്ഥാനങ്ങളിലെ ഗവർണർമാരെ വെച്ച് BJP ഭീഷണിപ്പെടുത്തുന്നു. MLA-മാരെയും MP-മാരെയും പണം കൊടുത്ത് ചാക്കിട്ട് പിടിക്കുന്നു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടേഴ്സിന്റെ ഭീഷണിക്ക് മുന്നിൽ നിവൃത്തിയില്ലാതെ വരുമ്പോൾ അവർക്ക് രാഷ്ട്രീയം ഉപേക്ഷിക്കേണ്ടി വരും. അവരെ പാളയത്തിലേക്ക് ചേക്കേറേണ്ടി വരുന്ന സ്ഥിതി. എവിടെയാണ് ഈ രാജ്യത്ത് ജനാധിപത്യം? കാലം തെളിയിച്ച ജനാധിപത്യത്തെ പോലും ഇന്ന് അട്ടിമറിക്കപ്പെടുന്നു 29 സംസ്ഥാനങ്ങളിലെ ഗവർണർമാരെ വെച്ചുകൊണ്ട് BJP-യും സംഘപരിവാറും. നരേന്ദ്രമോദി അധികാരത്തിൽ വരുമ്പോൾ നിങ്ങളോട് പറഞ്ഞത് 50 രൂപയ്ക്ക് പെട്രോൾ നൽകാമെന്നാണ് പറഞ്ഞത്. ഇന്ന് പെട്രോളിന്റെ വില എത്രയാണ്? പെട്രോളിനും ഡീസലിനും 105ഉം 110 രൂപ കൊടുക്കേണ്ടി വരുന്ന സാഹചര്യം നമ്മുടെ രാജ്യത്തുണ്ടാവുന്നു. ഈ രാജ്യത്തെ കർഷകൻ 10 വർഷത്തിനുള്ളിൽ രാജ്യത്തെ കർഷകർ ആത്മഹത്യ ചെയ്ത് 28,000 കർഷകരാണ് ആത്മഹത്യ ചെയ്തത്. അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് മതിയായ വില നൽകാൻ സർക്കാരിന് കഴിയുന്നില്ല. കർഷകർ തെരുവിൽ സമരം ചെയ്യേണ്ടി വരുന്നു. തൊഴിലാളി സംഘടനകൾ സർക്കാരിനെതിരെ സമരം ചെയ്യേണ്ടി വരുന്നു. ഇവിടുത്തെ യുവാക്കളോട് പറഞ്ഞത്, ബിരുദവും ബിരുദാനന്ദ ബിരുദമെടുത്ത ചെറുപ്പക്കാരോട് പറഞ്ഞു നരേന്ദ്രമോദി 5 ലക്ഷം തൊഴിലവസരം വർഷാവർഷം തരാം. എവിടെയാണ് മോദി ചെറുപ്പക്കാർക്ക് തൊഴിൽ നൽകിയത്? ബിരുദവും ബിരുദാനന്ദ ബിരുദവും എടുത്ത ചെറുപ്പക്കാർ ഇന്ന് തൊഴിലിന് വേണ്ടി അലിയുന്ന ചിത്രമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടത്തെ ചെറുപ്പക്കാരെ വഞ്ചിക്കുന്നു. ഞാനോ നിങ്ങളോ റോഡിലൂടെ പോകുമ്പോൾ പെറ്റിയടിക്കാതെ ആ പണം, പെറ്റി പൈസ സർക്കാരിന് കൊടുത്തില്ലെങ്കിൽ നിങ്ങളെ പിടിച്ച് ലോക്കപ്പിലിടും, അല്ലെങ്കിൽ നിങ്ങൾ വണ്ടി കസ്റ്റഡിയിലെടുക്കും, അല്ലേ? ഇത് 27 തവണയാണ് SNC ലാവ്ലിൻ കേസ് മാറ്റിവെച്ചിരിക്കുന്നത്. എന്ത് അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയമാണ്? എന്ത് കൊടുക്കൽ വാങ്ങൽ രാഷ്ട്രീയമാണ്? RSSന്റെ ജില്ലാ ബൗദ്ധിക് പ്രമുഖ് കതിരൂർ മനോജ് വധക്കേസ് 9 വർഷം കഴിഞ്ഞു. ജയരാജനാണ് പ്രതി. എവിടെ എത്തി? കൊടകര കുഴൽപ്പണക്കേസിൽ കോടിക്കണക്കിന് രൂപയുടെ ആരോപണമാണ് സുരേന്ദ്രനെതിരെ. നിങ്ങൾ എവിടെ പോയി? എന്ത് കേസാണ് നിങ്ങൾ എടുത്തത്? വിഷം തൂപ്പുന്ന തീവ്രവാദം പറഞ്ഞു നടന്ന ശശികല ടീച്ചർക്കെതിരെ 47 കേസുകൾ ചാർജ് ചെയ്തു. ആ കേസുകൾ ഇന്ന് എവിടെ? ഇന്ന് പൗരത്വ ഭേദഗതി ബില്ലിനെ കുറിച്ച് വല്ലാതെ പ്രയാസപ്പെടുകയാണ്. ഇവിടുത്തെ മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്ക് മുന്നിൽ നാടകം കളിക്കുകയാണ് ഇവിടുത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. 5 വർഷം മുമ്പ് പൗരത്വ ഭേദഗതി ബില്ലിന്റെ പേരിൽ പ്രതിഷേധിച്ചതിന്റെ പേരിൽ ഐക്യ ജനാധിപത്യ മുന്നണി നേതാക്കൾ ഉൾപ്പെടെ ആയിരക്കണക്കിന് മറ്റ് പല സംഘടനാ നേതാക്കളെയും അറസ്റ്റ് ചെയ്യുകയും നിങ്ങൾ കേസെടുക്കുകയും ചെയ്ത് നിങ്ങൾ പിൻവലിക്കാൻ തയ്യാറായോ? നിങ്ങൾ പിൻവലിച്ചോ? നാമമാത്രമായിട്ടുള്ള കേസുകൾ മാത്രമാണ് നിങ്ങൾ പിൻവലിച്ചത്. നട്ടെല്ലുണ്ടെങ്കിൽ നിങ്ങൾ പരിപൂർണമായി പിൻവലിക്കാൻ തയ്യാറാണ്. എന്നിട്ട് വേണം സ്റ്റേജ് കെട്ടി പ്രസംഗിക്കാൻ. പ്രിയപ്പെട്ട മുഖ്യമന്ത്രി, എന്ത് വിരോധാഭാസമാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത്? മൈക്ക് കണ്ടാൽ ആകെ വിരളി പിടിക്കുന്ന മുഖ്യമന്ത്രി. ഇങ്ങനെ ഒരു മുഖ്യമന്ത്രി നമ്മുടെ സംസ്ഥാനത്ത് ചരിത്രത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു മുഖ്യമന്ത്രിമാർ, പ്രഗത്ഭരായ മുഖ്യമന്ത്രിമാർ ഈ സംസ്ഥാനം ഭരിച്ചിട്ടുണ്ട്. ഈ മുഖ്യമന്ത്രിമാരിൽ നിന്നും വളരെ വ്യത്യസ്തനായ ഒരു അഹങ്കാരവും ധിക്കാരവും നിറഞ്ഞ ഒരു മുഖ്യമന്ത്രി കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. മൈക്ക് കാണുമ്പോൾ പോലും വിരളി പിടിച്ചൊടിച്ച് പൊട്ടിച്ചു ചാടുന്ന ഒരു ചിത്രമാണ് കഴിഞ്ഞ ദിവസം കോട്ടയത്ത് നമ്മൾ കണ്ടത്. കേരള കോൺഗ്രസിന്റെ ചാഴിക്കാടിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഇടയിൽ എത്ര വിരോധാഭാസമാണ്! നിങ്ങൾ കൊടുക്കൽ വാങ്ങൽ അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം. മഞ്ചേശ്വരം തെരഞ്ഞെടുപ്പ് കോഴക്കേസ് പോലും നിങ്ങൾ അട്ടിമറിച്ചു. നിങ്ങൾ RSSും BJPയുമായും അതുപോലെ CPM
സംഘപരിവാർ സംഘടനകൾ തമ്മിൽ അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയമാണല്ലോ ഇപ്പൊ കുറെ കാലങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് കൃത്യമായും കേരളത്തിലെ ജനങ്ങൾക്കറിയാം. നിങ്ങളുടെ അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം, കൊടുക്കൽ വാങ്ങൽ രാഷ്ട്രീയം കേരളത്തിന്റെ ജനങ്ങൾക്കറിയാൻ സാധിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണി രാജ്യത്ത് അധികാരത്തിൽ വരണം എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്ന, നമ്മുടെ ജീവിതത്തെ അംഗീകരിക്കുന്ന, നമുക്ക് നഷ്ടപ്പെട്ടത് തിരിച്ചു പിടിക്കാൻ നമ്മൾക്ക് രാജ്യത്ത് ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരണം. ആ അധികാരത്തിൽ വരണമെങ്കിൽ നമ്മുടെ യാഥാർത്ഥ്യം സഫലമാകണ്ടെങ്കിൽ, നമ്മുടെ ജീവിത സുരക്ഷിതത്വം ഉറപ്പിക്കണമെങ്കിൽ, ഇനിയുള്ള ജീവിതം നമ്മൾക്ക് മുന്നിൽ അപകടം നിറഞ്ഞ ജീവിതമാണെന്ന് വിളിച്ചു പറയുന്ന BJP സംഘപരിവാർ LDF ഗവൺമെൻറ്റിനെതിരെ നമ്മൾക്ക് ജീവിക്കാനുള്ള അവകാശങ്ങൾക്ക് വേണ്ടി നമ്മൾക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താന് ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും ചിഹ്നമായ കൈപ്പത്തി അടയാളത്തിൽ വോട്ട് ചെയ്ത് നിങ്ങൾ ഓരോരുത്തരും, നിങ്ങൾ മാത്രമല്ല നിങ്ങളുടെ സഹപ്രവർത്തകരോടും നിങ്ങളുടെ കുടുംബക്കാരോടും എല്ലാവരോടും കൈപ്പത്തി ചിഹ്നത്തിൽ വോട്ട് രേഖപ്പെടുത്തിക്കൊണ്ട് വൻ ഭൂരിപക്ഷത്തിൽ, 1,00,000-ൽ പരം ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കാൻ നമ്മൾക്ക് ബാധ്യതയുണ്ട്. നമ്മളെല്ലാവരും ഇന്നു മുതൽ നമ്മൾ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നമ്മൾക്ക് മുന്നോട്ട് ഇറങ്ങണം. അതിനുവേണ്ടി എല്ലാ ഭാവങ്ങളും നേർന്നുകൊണ്ട് ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ജയ് ഹിന്ദ്. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 5 വർഷം മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് അത്ഭുതപൂർവമായ ഒരു വിജയമാണ് കൈവരിച്ചത്. ഇപ്രാവശ്യം അതിനേക്കാളും തിളക്കമാർന്ന വിജയം അദ്ദേഹം കൊയ്യും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. നമ്മുടെ വിശ്വാസത്തിന്, നമ്മുടെ പ്രതീക്ഷയ്ക്ക് കരുത്ത് പകരാൻ ജനശക്തി കോൺഗ്രസും നമ്മോടൊപ്പം ഉണ്ട് എന്നതാണ് നമ്മുടെ ആത്മവീര്യം വർദ്ധിപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് പ്രവർത്തിക്കാം. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാം. തെരഞ്ഞെടുപ്പ് ചിഹ്നത്തെ സംരക്ഷിക്കുവാനും അത് നിലനിർത്താനുമുള്ള ഒരു തെരഞ്ഞെടുപ്പല്ല നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ്. ചിലരെ സംബന്ധിച്ചിടത്തോളം അവരുടെ തെരഞ്ഞെടുപ്പ് അടയാളം ഇങ്ങനെ സംരക്ഷിക്കാനുള്ള തെരഞ്ഞെടുപ്പാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കാനുള്ള തെരഞ്ഞെടുപ്പാണ്. 35 വർഷത്തിന് ശേഷം നമുക്കൊരു MP ഉണ്ട് എന്നറിയാൻ കഴിഞ്ഞത് ജനങ്ങളുടെ പ്രശ്നങ്ങൾ, അതുപോലെ പാർലമെൻറ്റിനകത്തും പുറത്തും ശബ്ദിച്ച് അദ്ദേഹം ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് പ്രവർത്തിച്ച ഒരു MP ആയിരുന്നു നമുക്ക് ലഭിച്ചിരുന്നത്. ഇനി 5 വർഷം കൂടി ഈ തെരഞ്ഞെടുപ്പിലൂടെ അദ്ദേഹത്തെ വമ്പിച്ച ഭൂരിപക്ഷത്തോട് വിജയിപ്പിക്കാൻ ഒരൊറ്റ വോട്ട് പോലും നഷ്ടപ്പെടാതെ നമ്മുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥി ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താനും അദ്ദേഹത്തിൻ്റെ ചിഹ്നമായ കൈപ്പത്തി അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തിക്കൊണ്ട് വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി അദ്ദേഹത്തെ വീണ്ടും വിജയിപ്പിക്കണമെന്ന് മാത്രം നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സമ്മേളനത്തിന് എല്ലാവിധ ആശംസകളും നന്മകളും നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ജയ്ഭാരത്. ജനഗണമന അതിദായക ജയ ഹേ ഭാരത ഭാഗ്യ വിധാത പഞ്ചാബ് സിന്ധു ഗുജറാത്ത് മറാഠ ദ്രാവിഡ ഉൽക്കല ബംഗ വിന്ധ്യ ഹിമാചല യമുന ഗംഗ ഉജ്ജല ജലജിതരംഗ തപ ശുഭ നാമേ ജാഹേ തപ ശുഭനാശിഷ മാഹേ ജാഹേ തപ ജയ ദാദാ जनगण मंगलदायक जय हे भारत भाग्य विधाता जय हे जय हे जय हे जय 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 हे जय हिंद.